Dear students, welcome to our class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ബാങ്ക്സിനെ കുറിച്ചായിരുന്നു. പ്രധാനമായും 4 തരത്തിലുള്ള ബാങ്കുകളാണുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്. വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വിശേഷവൽകൃത ബാങ്കുകൾ, സെൻട്രൽ ബാങ്ക് അല്ലെ കേന്ദ്ര ബാങ്ക്. 4 ടൈപ്പ് ഓഫ് ബാങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. വാണിജ്യ ബാങ്ക് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയായിരുന്നു? പൊതുമേഖലാ ബാങ്കുകളും പിന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകളും. രണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ? ആ ടേമിൽ തന്നെയുണ്ട്, കോപ്പറേറ്റീവ് ആണ്, സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്നത് അല്ലേ. സഹകരണ മാർഗത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ട ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് രീതിയിൽ കോർപ്പറേഷനിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ട ബാങ്കുകളെ നമുക്ക് എന്ത് വിളിക്കാം? സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് വിളിക്കാം. അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമായിരിക്കും. ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സഹകരണ സൊസൈറ്റിയുടെ നിയമപ്രകാരമാണ്, നിയമത്തിനനുസൃതമായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്നത്? അതിലെ അംഗങ്ങൾക്ക് അംഗങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ വായ്പ നൽകുകയും ചെയ്യും. ആ വായ്പയ്ക്ക് അവരെന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഈടാക്കുകയും ചെയ്യുന്നു. ഇതാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹകരണ മാർഗത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ട ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? എന്തിനനുസൃതമായിട്ടായിരിക്കും? സംസ്ഥാന സഹകരണ സൊസൈറ്റി ആക്ട് പ്രകാരമായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമായിരിക്കും കോപ്പറേറ്റീവ് ബാങ്ക്സ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരെന്താ ചെയ്യുന്നത്? അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. ഓഫ് കോഴ്സ് അത് തന്നെയാണ് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനം അല്ലേ. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണിയാണ്. അത് എങ്ങനെയായിരിക്കും? ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയൊരു പലിശ നിരക്കിലായിരിക്കും അവർ ലോണുകൾ അല്ലെങ്കിൽ വായ്പകൾ അനുവദിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് കാർഷിക മേഖലയെ, നമ്മുടെ കൃഷി വ്യവസായത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. കാർഷിക മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിനെ, അഗ്രികൾച്ചറൽ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ. എന്താണ് സഹകരണ ബാങ്ക് എന്ന് മനസ്സിലായല്ലോ. സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം നിലവിൽ വന്ന ബാങ്കുകളായിരിക്കും കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കുന്നത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ലെൻഡിങ് മണിയാണ്. അഗ്രികൾച്ചർ സൊസൈറ്റീനെ, അഗ്രികൾച്ചർ സെക്ടറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? വിശേഷവൽകൃത ബാങ്കുകൾ അല്ലേ. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആണ്. ആ ബാങ്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. പൊതുജനങ്ങൾക്ക് പ്രത്യേക സേവനങ്ങൾ നൽകുന്നവരാണ് വിശേഷവൽകൃത ബാങ്കുകൾ. ഇപ്പോൾ പബ്ലിക്കിന് എന്തെങ്കിലും സ്പെഷ്യൽ സർവീസസ്, പബ്ലിക്കിന് സ്പെഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ബാങ്കുകളെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് വിളിക്കാം. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? വിദേശ നാണ്യ വിനിമയ ബാങ്കുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് അല്ലെ, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, പിന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇറക്കുമതി കയറ്റുമതി, ഇമ്പോർട്ട് എക്സ്പോർട്ട്, എക്സിം ബാങ്ക്സ് എന്ന് പറയും. EXIM, എക്സിം, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്സ്. ഇതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? വിശേഷവൽകൃത ബാങ്കുകൾക്ക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സിന് ഉദാഹരണമാണ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വിദേശ നാണ്യ വിനിമയ ബാങ്കുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്, പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, വ്യവസായ ബാങ്കുകൾ, ഇറക്കുമതി കയറ്റുമതി അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാങ്ക്, എക്സിം ബാങ്ക്. എന്താണ് എക്സിം ബാങ്ക് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്കുകളെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? വിശേഷവൽകൃത ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. കൂടുതലും ദീർഘകാല പ്രോജക്റ്റുകൾ, വ്യവസായങ്ങളുടെ ബാങ്കുകൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഈ വ്യവസായങ്ങൾ, ദീർഘകാല പ്രോജക്റ്റുകൾ, വിദേശ വാണിജ്യം എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങൾക്ക് പ്രത്യേക സേവനങ്ങൾ നൽകുന്ന ബാങ്കാണ് വിദേശവൽകൃത ബാങ്കുകൾ.
പബ്ലിക്കിന് സ്പെഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. സ്പെഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്സ്, എക്സിം ബാങ്ക്സ്. ഇതെല്ലാം സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സിന് ഉദാഹരണങ്ങളാണ്. ഇവ ആർക്കൊക്കെയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്? വ്യവസായത്തിന്, ദീർഘകാല പ്രോജക്റ്റുകൾ, പിന്നെ വിദേശ വാണിജ്യം. ഇതിനാണ് കൂടുതലും ഇവ സാമ്പത്തിക സഹായം നൽകുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക് ആർക്കാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ സൊസൈറ്റി, അഗ്രികൾച്ചറൽ സെക്ടറിനെ അല്ലെ, കാർഷിക മേഖല അല്ലെങ്കിൽ കാർഷിക വ്യവസായത്തെ സഹായിക്കാനുള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആരെ സഹായിക്കുന്നത്? വ്യവസായം, പിന്നെ വിദേശ വാണിജ്യം, ദീർഘകാല പ്രോജക്റ്റുകൾ അല്ലെ, ലോങ് ടേം പ്രോജക്ട്സ്, വിദേശ വാണിജ്യം, അതോടൊപ്പം തന്നെ വ്യവസായം. ഇവയെ സഹായിക്കുന്ന ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. ആൻഡ് ലാസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാങ്ക് ഈസ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് അല്ലേ, നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക്. എല്ലാ ബാങ്കിൻ്റെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. ഒരു രാജ്യത്തിലെ പ്രധാന ബാങ്കിങ് സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. ഈ രാജ്യത്തിലെ എല്ലാ ബാങ്കുകളുടെയും, എല്ലാ വാണിജ്യ ബാങ്കുകളുടെയും മേൽനോട്ടം വഹിക്കുകയും അവയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാങ്ക് എന്ന് പറയുന്നതാണ് ഒരു കൺട്രിയെ സംബന്ധിച്ച് അവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ സുപ്രീം ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? സെൻട്രൽ ബാങ്കാണ്. ആ സെൻട്രൽ ബാങ്കാണ് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങളെ, ആക്ടിവിറ്റീസിനെ, ഫങ്ഷൻസിനെ എല്ലാം നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും എല്ലാം ആരായിരിക്കും? സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ബാങ്ക് അല്ലേ, ബാങ്കേഴ്സ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും അവസാനത്തെ അത്താണിയായി പ്രവർത്തിക്കുന്നതും ആര് തന്നെയായിരിക്കും? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ കറൻസിയെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും എല്ലാം ആരായിരിക്കും? വായ്പ നയങ്ങൾ നടത്തുന്നതും അതെല്ലാം നിയന്ത്രിക്കുന്നതും സെൻട്രൽ ബാങ്ക് തന്നെയായിരിക്കും. നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് 1935 സ്ഥാപിതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാണ്? 1935 സ്ഥാപിതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്ലിയർ ആയോ എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന്? ടൈപ്സ് ഓഫ് ബാങ്ക്സിൽ 4 എണ്ണമുണ്ട്. പ്രധാനമായും കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പിന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്തിനു സഹായിക്കാനാണ്? അഗ്രികൾച്ചറൽ സെക്ടറിനെ. പിന്നെ വിശേഷവൽകൃത ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് സഹായിക്കുന്ന ആരെയാണ്? വ്യവസായം, വിദേശ വാണിജ്യം, ദീർഘകാല പ്രോജക്റ്റുകൾ. പിന്നെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ബാങ്ക് ആയിരിക്കും. എല്ലാ ബാങ്കുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും അവസാനത്തെ അത്താണിയായി പ്രവർത്തിക്കുന്നതും സെൻട്രൽ ബാങ്ക് തന്നെയാണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സെൻട്രൽ ബാങ്കായി പ്രവർത്തിക്കുന്നത്. ഇത്ര ക്ലിയർ ആയോ? ഇനി നമുക്ക് വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മിക്കവാറും എക്സാമിന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ടൈപ്സ് ഓഫ് ബാങ്ക്സും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രധാനമായിട്ടും ഫങ്ഷൻസിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസും, പ്രാഥമിക പ്രവർത്തനങ്ങളും ദ്വിതീയ പ്രവർത്തനങ്ങളും. കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രാഥമിക പ്രവർത്തനങ്ങൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് 2 ടൈപ്സ് ആണ്. ഒന്ന് എന്താണ്? പ്രാഥമിക പ്രവർത്തനങ്ങൾ. 2 ദ്വിതീയ പ്രവർത്തനങ്ങൾ. പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എത്രയാണ്? 2 ടൈപ്സ് ആണ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എത്ര ടൈപ്സ് ഉണ്ട്? 2 തരമാണുള്ളത്. ഒന്ന് പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ, പ്രാഥമിക പ്രവർത്തനങ്ങൾ, ദ്വിതീയ പ്രവർത്തനങ്ങൾ. ഇനി പ്രൈമറി ഫങ്ഷൻസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി അല്ലേ. അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് മണി, പണം നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, പണം വായ്പ നൽകുക. ഫസ്റ്റ് ഫങ്ഷൻ ഏതാണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും രണ്ടാമത്തത് പണം വായ്പ നൽകുകയും. ഇത്രയുമാണ്
വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ 2 ടൈപ്സ് ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി ഫംഗ്ഷൻ 2 തരമാണ്. ഒന്നാമത്തേത് ഏതാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് മണി. ഒന്നാമത്തെ എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ലെൻഡിങ് മണിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.